കേരളം ഇപ്പോൾ ദിനംപ്രതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യും ബോർഡ് പ്രസിഡന്റുമൊക്കെ ആയിരുന്ന പത്മകുമാർ ജയിലിലാണ്. ഏറ്റവും അവസാനം തന്ത്രിയെ ചോദ്യം ചെയ്ത് 2 കേസിലും അറസ്റ്റ് ചെയ്തു. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ലോക്കൽ ബോഡി ഇലക്ഷനിൽ CPM-നെ തിരിഞ്ഞുകുത്തി എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ഇപ്പോൾ CPM-ന്റെ ചില നേതാക്കന്മാരും സൈബർ പോരാളികളും എല്ലാം ചേർന്ന് വിഷയം UDF-ന്റെ തലയിൽ, അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ സമയത്താണ് ഇത്തരത്തിൽ അഴിമതി നടന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള മുൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത 2004 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളെപ്പോലും ഇതിലേക്ക് വലിച്ചിടുക. എന്തായാലും തീർത്തും പ്രതിരോധത്തിലായ CPM അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൈകാലിട്ടടിയാണെന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിയും. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ നേതാക്കന്മാരെ ഇതുവരെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും പാർട്ടി അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്? പാർട്ടി സമീപനം സ്വീകരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരെ തള്ളിപ്പറഞ്ഞാൽ അവർ തെറ്റ് ചെയ്തു എന്ന് പാർട്ടി അംഗീകരിച്ചു എന്നൊരു സംഗതി. CPM എപ്പോഴും വളരെ ലേറ്റാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് പറയും ഇവർ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഇവർ അംഗീകരിച്ചു. രണ്ടാമത്, ഇപ്പോൾ കുറ്റപത്രം കൊടുത്താൽ പത്മകുമാറിനെതിരെ ചിലപ്പോൾ കുറ്റപത്രം കൊടുക്കാൻ കുറേ സമയം എടുക്കും. അവർക്കറിയാം അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ കുറ്റപത്രം വരില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും കുറ്റപത്രം വരില്ല, കാരണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, കുറ്റപത്രം കൊടുത്ത മുകേഷ് ഇപ്പോഴും ഉണ്ട്, MLA ആണ്, അത് നമ്മൾ പറയുന്നില്ല. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ പ്രശ്നം അതല്ല. പത്മകുമാറിനെ പിടിച്ചാൽ പത്മകുമാർ വേറെ ദൈവങ്ങളുടെ പേര് പറയുമോ എന്നുള്ള ഭയമുണ്ട്. അതൊരു കാര്യമുണ്ട്. പത്മകുമാറിനെ പുറത്താക്കിയാൽ പത്മകുമാർ വേറെ ദൈവങ്ങളുടെ പേര് പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ വേറെ ദൈവങ്ങൾ ഇടിഞ്ഞൊഴിഞ്ഞു വീഴും. അത് ദൈവതുല്യർ, ദൈവം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം തന്ത്രിയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു. തന്ത്രി അല്ല എന്നാണ്, വേറെ ദൈവതുല്യരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും തന്ത്രി അറസ്റ്റ് ചെയ്തു, വളരെ ശരിയായ കാര്യം. തന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആദ്യം മുതൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം വേറെ ഒന്നുമില്ല, അവിടുത്തെ നടപടിക്രമങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അപ്പം തന്ത്രി അറിയാതെ അവിടെ നിന്ന് ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. തന്ത്രി അറിയാതെ ഒരു കാര്യം അറിയില്ല. അപ്പം തന്ത്രിക്ക് അറിയാം, തന്ത്രി കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞില്ല. തന്ത്രിക്ക് അറിയാം ആരാണ് എന്തിനാണ് കൊണ്ടുപോയത്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇവർക്ക് വീണ് കിട്ടിയ ഒരു സംഗതി KC വേണുഗോപാലിൻ്റെ കാലത്താണ് പോറ്റിയെ കയറ്റിയതെന്നാണ്. അത് തെറ്റാണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. ഒന്നാമത് 2007 പോറ്റി വന്നത് എന്ന് വേറെ ചില കണക്കുകൾ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും 2007 2012 15 വരെയൊന്നും പോറ്റി ഒരു കഥയിലില്ല. പോറ്റി എപ്പോഴാണ് ശക്തനാവുന്നത്? ഒറ്റ പോയിന്റില്ല, പോറ്റിയെ സ്പോൺസറായി കൊടുക്കുമ്പോഴാണ്. ആരാണ് പോറ്റിയെ സ്പോൺസറായി അംഗീകരിച്ചത്? ആര് പറഞ്ഞിട്ടാണ്? അത് UDF ആണോ, LDF ആണോ, പത്മകുമാറാണോ, അല്ലെങ്കിൽ പ്രയാർ ഗോപാൽ, ആരോട്ടെ, ആരാണ് പോറ്റിയെ സ്പോൺസറാക്കിയത് എന്ന ഒറ്റ ചോദ്യം മതി. സ്പോൺസറാക്കുന്നവരെ പോറ്റിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അയാൾക്ക് വല്ലതൊക്കെ എടുത്ത് കക്ഷത്തിൽ വെച്ച് കൊണ്ടുപോകാന്നുള്ളൂ, അരയിൽ വെച്ച് വല്ല മുണ്ടിൻ്റെ ഇടയിൽ വെച്ച് പോകാന്നുള്ളൂ. അങ്ങനെയല്ലല്ലോ. സ്പോൺസറാക്കുന്നതോട് ഒഫീഷ്യലായി സാധനം കൊണ്ടേക്ക് പോകാമല്ലോ. ഒന്ന്. രണ്ട്, ഇപ്പോൾ വാജിവാഹനത്തിൻ്റെ പ്രശ്നം വന്നു. വാജിവാഹനം പോകുമ്പോൾ 2016 ഇത് പോകുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനാണ് പ്രസിഡന്റ് എന്നാണ് ഇവരുടെ വാദം. ആയിരിക്കും. വാജിവാഹനം പോയി. പക്ഷെ വാജിവാഹനം പോയത് എല്ലാവരും കാണുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ ഉണ്ട്, ഹൈക്കോടതിയുടെ നിരീക്ഷകനുണ്ട്, ഈ പറഞ്ഞ ആളുകളുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് തന്ത്രിക്ക് കൊടുക്കുകയാണ്. ഇത് തന്ത്രിയുടെ അല്ല എന്ന് പറയാൻ ആരും ഉണ്ടായില്ല. പക്ഷേ അതിനുമുമ്പ് ഒരു നിയമമുണ്ട്. ഒരു സാധനവും സംരംഭം പുറത്തേക്ക് കൊണ്ടുവരുന്ന നിയമമൊക്കെ ഉണ്ട്. ഏതായാലും പ്രയാർ ഗോപാലകൃഷ്ണൻ പറ്റി പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയ്ത് തെറ്റാണേ, ഇത് സംശയം എന്താ? പക്ഷെ പ്രയാർ ഗോപാലകൃഷ്ണന് KC വേണുഗോപാൽ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എവിടുന്ന? പ്രയാർ ഗോപാലകൃഷ്ണൻ KC വേണുഗോപാൽ തമ്മിൽ എന്താ ബന്ധം? എവിടെയുള്ളത്? അത് മാത്രമല്ല, ഞാൻ പറയുന്നത് ഈ രാമൻ നായരും പ്രയാർ ഗോപാലകൃഷ്ണനും KC വേണുഗോപാലുമായിട്ട് എന്നും ഉടക്കില്ലായിരുന്നു. നമുക്കറിയാം, അതിൻ്റെ പേപ്പറൊക്കെ അവിടെ ഉണ്ട്, അതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട്. 2004 2005 ഈ പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇവർ വളരെ കൃത്യമായി വേണുഗോപാലായിട്ട് മത്സരിച്ചതിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പോഴും എടുത്താൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞാൽ കേൾക്കില്ല, ബോർഡ് പറഞ്ഞാൽ കേൾക്കില്ല. ദേവസ്വം സെക്രട്ടറി ഭരത് ഭൂഷൺ ഇടപെട്ടു, അയാളുടെ ഉത്തരവ് അതിലും വലിയ വിവാദമായി. അവസാനമാണ് പരിപൂർണൻ വരുമ്പോഴാണ് ഒരു സെറ്റിൽമെൻ്റ് ആവുന്നത്. ആ വർഷം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 10 or 12 തവണ KC വേണുഗോപാൽ ശബരിമല പോകുന്നുണ്ട്. കാരണം സെറ്റിൽ അവിടുത്തെ തീർത്ഥാടനത്തിൻ്റെ ഒരുക്കങ്ങൾ തീർന്നിട്ടില്ല. തീർത്ഥാടനത്തിൻ്റെ ഒരുക്കങ്ങൾ ഏറ്റവും മോശം നടന്നൊരു വർഷം അത്. അതിനുവേണ്ടി, കാരണം ഈ ദേവസ്വം ബോർഡായിട്ട് സഹകരിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് വാജിവാഹനം കൊടുത്തു വിട്ടതിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ എടുക്കട്ടെ. വാജിവാഹനം തന്ത്രിയുടെ അല്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വാജിവാഹനം പോയി എന്നുള്ളത് ഇവർക്ക് അറിയാം, കാരണം പബ്ലിക് ഫംഗ്ഷനിൽ നടത്തിയതാണ്. ആ സാധനം തിരിച്ചു പിടിക്കണമെന്ന് അതിന് ശേഷം വന്ന ബോർഡ് ആരെങ്കിലും ആലോചിച്ചോ? ഈ വാജിവാഹനം പോയി എന്നുള്ളത് ഇവർക്ക് അറിയാലോ, തന്ത്രി കൊണ്ടുപോയി എന്നറിയാലോ, കാരണം അത് പബ്ലിക് സ്ഫിയറിലുള്ളതാണ്.
ആ വാഹനം തിരിച്ചു മേടിക്കണമെന്ന് മേടിച്ചോ? അപ്പോൾ കാണണം വെച്ചാൽ രേഖയില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. തന്ത്രി തന്നെ പറഞ്ഞു ഇത് എടുത്തുണ്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നം. ഇനി ഈ ഒറ്റ ചോദ്യം, ഞാൻ ആദ്യം ഉന്നയിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ വന്നാൽ, ആരാണ് പോറ്റിയെ സ്പോൺസർ ആക്കിയത് എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ, അത് പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാം. പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ പോറ്റിയെ സ്പോൺസർ ആക്കാൻ ആരാണ് പത്മകുമാറിനോട് പറഞ്ഞത്? തന്ത്രിയാണ്. തന്ത്രി പറഞ്ഞാൽ പത്മകുമാർ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ വേറെ ആര് പറഞ്ഞിട്ടുണ്ട്? തന്ത്രി പറയണം ഇയാൾക്കാൻ കാശ് കൊടുത്തു വിട്ടേക്കെന്ന് പറഞ്ഞാൽ, ഈ ബിമ്മ ഇയാൾക്ക് കൊടുത്തു വിട്ടേക്കെന്ന് പറഞ്ഞാൽ കൊടുത്തു വിടാൻ തന്ത്രി അയാളാരാ പറഞ്ഞാൽ കൊടുക്കൂ? തന്ത്രിയുടെ വീട്ടിൽ മുമ്പ് കൊടുത്തത് തെറ്റാണെങ്കിൽ ഈ തന്ത്രിയുടെ ഇത്രയും സ്വർണം ചെമ്പ് എന്നാക്കിയത് ആരാണ്? ചെമ്പ് എന്ന് എഴുതി പുറത്തു കൊടുത്തത് ആരാണ്? ബാക്കി UDF ബന്ധമുണ്ടോ? സോണിയാഗാന്ധിക്ക് ബന്ധം ആയിക്കോട്ടെ. പിന്നെ സോണിയാഗാന്ധിയുടെ കൈമ ചരട് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത്. കേരളത്തിലെ വിപ്ലവ നേതാക്കന്മാരുടെ കയ്യിൽ ചരടുണ്ട്, ഷർട്ടൊന്ന് പൊക്കി നോക്കിയാൽ മതി. എനിക്കറിയാം ചരട് കെട്ടിയവരെ, എനിക്കറിയാം ചരട് കെട്ടിച്ചു കൊടുത്തവരെ എനിക്കറിയാം. കാരണം ഇത് ഇന്നത്തെ ഒരു വിശ്വാസമാണ്. ആവശ്യം ശബരിമലയിൽ നിന്ന് ഒരാൾ വന്നാൽ ഒരു ചരട് കെട്ടുക, ഒരു ഹോമം നടത്തുക, ഒരു പൂജ നടത്തുക. പക്ഷെ ജയറാമിന്റെ വീട്ടിൽ ഈ സാധനം കൊണ്ടുവച്ചു. യഥാർത്ഥത്തിൽ ജയറാമും പ്രതിയാർത്ഥത്തില്ല അല്ലേ? ജയറാമിന്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ചിക്കുക. ഇവിടുന്ന് ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനം ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് ഫോട്ടോ എടുത്ത് കാശ് മേടിച്ചു. ഇതും ബോർഡിന് അറിയാം. എന്നിട്ട് ബോർഡ് വല്ല നടപടി എടുത്തു. എൻ്റെ ചോദ്യം, UDF കാലത്ത് എന്തു വേണി ആയിക്കോട്ടെ, 10 വർഷമായി കേരളം ബോർഡും ഭരിക്കുന്നത് LDF ആണല്ലോ. ഈ 10 വർഷം ഏതെങ്കിലും ഇതിൽ അവരുടെ ഭാഗത്ത് നിന്ന് അവരെന്തെങ്കിലും ചെയ്തു? വാജിവാഹനത്തിൻ്റെ കാര്യത്തിലോ ഗോളകയുടെ കാര്യത്തിലോ അവർ ഇത് കണ്ടുപിടിക്കാൻ ഇല്ലല്ലോ. ഹൈക്കോടതി ഇടപെട്ടപ്പോഴല്ലേ സംഗതി ചൂടായത്, അല്ലെങ്കിൽ ആവില്ലല്ലോ. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷകൻ പോലും അവിടെ ഉണ്ട്, എന്നിട്ടും ഇത് കണ്ടുപിടിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ CPM കുറ്റക്കാരാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഉറപ്പാണ്. കാരണം അവരാ ജയിലിൽ കിടക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരും ജയിലിൽ പോയിട്ടില്ല. ഇനിയിപ്പോൾ SIT ശ്രമിച്ചാലും എനിക്ക് തോന്നുന്നില്ല KC വേണുഗോപാലിനൊന്നും ജയിലിടാൻ പറ്റില്ല. കാരണം എന്ത് കണക്കിൽ ജയിലിടും? KC വേണുഗോപാൽ ഏത് തരത്തിൽ ചെയ്തു എന്ന് പറയും? KC വേണുഗോപാലിന്റെ കാലത്ത് വാജിവാഹനം കൊടുത്തിട്ടില്ല. വാജിവാഹനം കൊടുത്തിട്ടുണ്ടെങ്കിൽ KC വേണുഗോപാലിന്റെ കാലത്തില്ല, അത് കൊടുത്തത് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്താ. അവനെ KC വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്യുക. പ്രയാർ ഗോപാലകൃഷ്ണൻ കുറ്റം ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ നിയമിച്ച KC വേണുഗോപാലിന് കുറ്റമുണ്ടോ? എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ. ഞാൻ പറഞ്ഞത്, ആരാണ് ഇതിന് കൂട്ടുനിന്നത്, അവരേത് പാർട്ടി ആവട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു പൊതുവിശ്വാസമാണ്. 2 തരത്തിലുള്ള വിശ്വാസമുണ്ട്. ഒന്ന് ദൈവവിശ്വാസമുണ്ട്, 2 ജനങ്ങൾക്ക് പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയില്ലേ, നമ്മൾ സർക്കാരിനെ ഏൽപ്പിച്ച സ്വത്ത് സർക്കാർ സംരക്ഷിക്കുമെന്ന വിശ്വാസമുണ്ട്. ഈ 2 വിശ്വാസം ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ രാഷ്ട്രീയം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടി അവസാനം പറയേണ്ടത്, ഈ കേസിൽ എന്തെങ്കിലും ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നു ഇപ്പോഴും ഞാൻ കരുതുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഇതിന് തൊണ്ടി കിട്ടില്ല. ഇപ്പോൾ വാജിവാഹനം മോഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല. അയാൾ എല്ലാവരും അങ്ങനെ എടുത്തു പോയതാണ്. മോഷ്ടിച്ചതൊന്നുമല്ല. അങ്ങനെ അവകാശം പറഞ്ഞു, ഞാൻ എടുത്തു, അത് തിരിച്ചു വന്നു. അതൊരു ആചാരലംഘനമാണ്. ഈ കുറ്റമാണെങ്കിൽ അതിന് ശിക്ഷിക്കാം. ഈ ആചാരലംഘനത്തിനൊന്നും BNS വകുപ്പില്ലേ? ശിക്ഷിക്കാൻ എന്താ വകുപ്പ്? ആചാരലംഘനത്തിന് നിങ്ങൾക്ക് ഒരു ശിക്ഷിക്കാൻ വകുപ്പില്ല. ആകെ ചെയ്യാവുന്ന എന്താ, നിങ്ങൾ പൊതുമുതൽ കൊണ്ടുപോയി പൊതുമുതൽ തിരിച്ചു കൊടുക്കുന്നു. എൻ്റെ ഒരു വാദം, ഈ ഒരു കേസിൽ തൊണ്ടി കണ്ടെത്തുമോ എന്നതാണ്. മല്ലയെ കൊടുത്ത് സ്വർണം കണ്ടെത്തുമോ, വേറെ ആരെങ്കിലും കൊടുത്ത് സ്വർണം കണ്ടെത്തുമോ, അത് ഉരുക്കിപ്പോയോ, അത് മുറിച്ചു പോയോ, അത് വിദേശത്ത് പോയോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ തൊണ്ടി കണ്ടെത്താത്തടത്തോളം ഈ പ്രതികളൊക്കെ രക്ഷപ്പെടാനാണ് സാധ്യത. അയ്യപ്പൻ്റെ പോയത് പോയി എന്നായിരിക്കും അവസാനം വരാമാണ് തെളിവ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. വമ്പൻ സ്രാവുകൾ ഇപ്പോഴും നീന്തി തുടിക്കുകയാണ്, പരൽമീനുകളെ മാത്രമാണ് SIT പിടിച്ചിരിക്കുന്നത്. അതായത് SITയുമായി ബന്ധപ്പെട്ട് തന്നെ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആളുകളെങ്കിലും അറസ്റ്റിലായതും അവർ ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു കേരള രാഷ്ട്രീയം നിരന്തരം നിരീക്ഷിക്കുന്ന ഒരാളെന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് ശ്രീ CR നീലകണ്ഠൻ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒരു കാര്യം ഉറപ്പാണ് താങ്കൾ പറഞ്ഞത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ SITക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ SITയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, കേരളത്തിൽ സർവീസിൽ ഉണ്ടായിരുന്നല്ലോ. ഇവരാരും ഒന്നും ചെയ്തില്ലല്ലോ. ഹൈക്കോടതി കൃത്യമായി ഇടപെട്ട് ഹൈക്കോടതി SIT രൂപീകരിച്ച് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി എന്തായി എന്ന് ചോദിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കൂ, ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമിട്ടു. SIT അറസ്റ്റ് ചെയ്തില്ല. ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നില്ല ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തെന്ന്. പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴും പറഞ്ഞു വലിയ ആളുകൾ വരാനുണ്ട്, നിങ്ങളെന്താ വലിയവരെ ഒഴിവാക്കുകയാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഞാൻ ചോദിച്ചതല്ല, കേരള ഹൈക്കോടതി ചോദിച്ചു. ഇനി വലിയ ആൾ ആരാന്ന് എനിക്കറിയില്ല.
മൂന്നാമത്തെ ഒരു വിഷയം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാൾക്ക് മാത്രമായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. മറ്റു രാഷ്ട്രീയം ഇപ്പോൾ കോൺഗ്രസിൽ ചെയ്യാൻ പറ്റും. കോൺഗ്രസിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് KPC പ്രസിഡന്റ് പറഞ്ഞ് കേട്ടോളൊന്നൊന്നുമില്ല, അയാൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ CPM-എല്ലാം ചെയ്യാൻ പറ്റില്ല. CPM-ൽ അതിൻ്റെ സംഘടനാപരമായ അച്ചടക്കമുണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് CPM-ൽ അങ്ങനെ ഒരാളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ TP ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾ ചേർന്ന് TP ചന്ദ്രശേഖരനെ കൊന്നു എന്ന് പറഞ്ഞാൽ CPM-ന്റെ കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും ചേർന്നെങ്കിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അറിയണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥരോ മന്ത്രിയോ ആരാന്ന് എനിക്കറിയില്ല, വമ്പന്മാരുണ്ടാവാം CPM-ന്റെ ഒരു ഘടന അനുസരിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിടിക്കണം. പിന്നെ ഈ അത് കണ്ടുപിടിക്കണമെങ്കിൽ SITക്ക് ഇപ്പോഴുള്ള ശേഷി മതിയോ, ഹൈക്കോടതി കൂടുതൽ ശക്തി കൊടുക്കുമോ? ഇനി അതല്ല, ഭരണം മാറാൻ പോവാണെന്ന് SITക്ക് ബോധ്യം വന്നാൽ SITയുടെ രൂപം ചിലപ്പോൾ മാറും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ 2 മാസമല്ലേ, 2 മാസത്തിനകത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ SITക്ക് പിന്നെ ആരെയും പേടിക്കണ്ട, ഒന്നും ബാധകമല്ല. അപ്പോൾ SIT ചിലപ്പോൾ കുറച്ചുകൂടി ശക്തമാവുമോ നമുക്കറിയില്ല, ഏത് ദിശയിലേക്കാണ് പോകണമെന്ന്. ഏതായാലും 10 വർഷമായി കേരളം ഭരിക്കുന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന് കേരളത്തിലെ പോലീസുകാരിൽ ഹോൾഡ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും പാർട്ടിയുടെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ പോലീസിൽ ശക്തമായ നിയന്ത്രണമാണ്. 10 വർഷമായി ഈ പോലീസിൻ്റെ മേൽ പാർട്ടിക്ക് നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പലതും വൈകുന്നത് എന്നാണ് നമ്മളും കരുതുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM-നെ പ്രതികൂലമായി ബാധിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ്. CPM അത് സമ്മതിച്ചിട്ടില്ലെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, താങ്കൾ പറഞ്ഞതുപോലെ ഒരു 100 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയാണ് കേരളത്തിൽ. ആ തെരഞ്ഞെടുപ്പിലും ഇത് CPM-നെ ദോഷകരമായി ബാധിക്കില്ലേ? തീർച്ചയായിട്ടും CPM-നെ ദോഷകരമായി ബാധിക്കുന്നു. മാത്രമല്ല, 100 ദിവസമൊന്നും ഇല്ല കേട്ടോ, 100 ദിവസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കഴിയും ചിലപ്പോൾ. എന്നുവെച്ചാൽ 3 മാസമല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ജനുവരി 17 എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് 60 ദിവസം കഴിയുമ്പോഴേക്കും ഡിക്ലറേഷൻ വരും, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. ഒരു 90 ദിവസം കഴിയുമ്പോഴേക്കും ഇലക്ഷൻ കഴിയും. ഞാൻ പറഞ്ഞത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ല കാര്യം പത്മകുമാറിനെ അടക്കം പുറത്താക്കുക എന്നുള്ളത്. പത്മകുമാറിനെ പുറത്താക്കുക, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അപ്പം പിടിക്കാമെന്ന് പറയാം. അല്ലാതെ പത്മകുമാറിനെ എപ്പോഴും മടിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ CPM-ന് തിരിച്ചടിയാവും. കാരണം ഞാൻ കണക്കാക്കുന്നില്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ അടുത്ത 2 മാസത്തിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക്, കാരണം അതിനുള്ള ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇതിലില്ല. പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ മരിച്ചുപോയി, അപ്പോൾ അവരൊന്നും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, രാമൻ നായർ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ലിങ്ക് ഇട്ട് ചെയ്യാൻ കഴിയുന്ന ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള തട്ടിപ്പ് മുഴുവൻ ഈ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ നേരിട്ട് പ്രതികളാവാൻ സാധ്യതയുള്ളത് CPM-കാരാണ്, ഇടതുപക്ഷക്കാരാണ്. അതുകൊണ്ട് ഈ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത്, ഇപ്പോൾ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത്, KC വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുന്നൊക്കെ വിചാരിക്കുന്ന സ്വപ്നമാണ്. അതൊന്നും ചെയ്യാനും പറ്റില്ല. വേണ്ടി ചോദ്യം ചെയ്തേക്കാം വേണമെങ്കിൽ. പക്ഷേ എന്നാൽ പോലും ഹൈക്കോടതി മോണിറ്ററിങ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർ ചെയ്തേനെ. ഹൈക്കോടതി മോണിറ്ററിങ് അല്ലാന്നെങ്കിൽ ഈ SIT ആദ്യം വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്യും, സോണിയാഗാന്ധിക്ക് മെസ്സേജ് കൊടുക്കും, ചോദ്യം ചെയ്യും, ഒക്കെ ചെയ്യും. ഇപ്പം അങ്ങനെയും ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം ഇപ്പോൾ അത് ലളിതമായൊരു കാര്യമല്ല, ഹൈക്കോടതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല 2 മാസം കൊണ്ട് ഈ ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക്കായി ചേഞ്ച് വരും. CPM-ന് പ്രചരണം നടത്താം, പക്ഷെ ആക്റ്റീവായി എന്തെങ്കിലും CPM-ന് കോൺഗ്രസിന് എന്തെങ്കിലും ദോഷം ഈ അടുത്ത ഒരു 2 മാസത്തിനകത്ത് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒന്നും SITക്ക് ചെയ്യാൻ പറ്റില്ല.